സാഹിത്യോത്സവങ്ങളെല്ലാം വായിച്ച പുസ്തകങ്ങളിലെ കഥകളിലേക്കും കഥാപാത്രങ്ങളിലേക്കുമുള്ള ഒരു തിരിച്ചുപോക്കാണ്. എന്നാൽ പ്രിയപ്പെട്ട പുസ്തകത്തിലെ കഥയും കഥാസന്ദർഭവും അതേ സാഹിത്യോത്സവ വേദിയിലേക്ക് എത്തിയാലോ? എം മുകുന്ദന്റെ മയ്യഴിയിൽ നിന്നും അനീതിക്കെതിരെ പടപൊരുതിയ പൂക്കുട്ടി ചാത്തൻ കേരള നിയമസഭാ പുസ്തകോത്സവ വേദിയിലെത്തിയത് വായനക്കാർക്ക് വേറിട്ടൊരു അനുഭൂതി പകർന്നുകൊണ്ടാണ്. നിയമസഭാ മണ്ണിലും അങ്ങനെ പൂക്കുട്ടി ചാത്തൻ തിറകൊട്ടിയാടി. മയ്യഴിയുടെ ചരിത്രം അത് ആദ്യം അറിയുന്നത് ഈ മനുഷ്യനിൽ നിന്നാണ്, എം മുകുന്ദനിൽ നിന്ന്. മയ്യഴിയിലെ ഫ്രഞ്ച് അധിനിവേശവും വിമോചന സമരവും എല്ലാം നാട്ടുകാർക്കെന്ന പോൽ സുപരിചിതമാക്കിയത് ഈ എഴുത്താണ്. ദാസന്റെയും ചന്ദ്രയുടെയും പ്രണയം വായനക്കാരിൽ വേദന തീർക്കുമ്പോഴും മയ്യഴിയുടെ സ്വാതന്ത്ര്യത്തിൽ മനസ്സ് നിറഞ്ഞിരുന്നു. ഓരോ സാഹിത്യോത്സവങ്ങളും മയ്യഴിയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. എന്നാൽ ഇത്തവണ മയ്യഴിയുടെ ചരിത്രം അതേ സാഹിത്യവേദിയെ തേടിയെത്തിയിരിക്കുന്നു. ശേഷമുള്ളവ മയ്യഴിയുടെ ശബ്ദത്തിൽ കണ്ടറിയണം. അറബിക്കടലിന്റെ വ്യാപാര സാധ്യതകളും തന്ത്രപരമായ സ്ഥിതിയും ഫ്രഞ്ചുകാരെ മയ്യഴിയിൽ നിലയുറപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ മയ്യഴിയിൽ വെച്ച് യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ സെന്റ് തെരേസ ദേവാലയം തകർക്കപ്പെട്ടു. പിന്നെ ദേവാലയത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നാടിന്റെ തന്നെ പൊതുവികാരമായി മാറി. പുനർനിർമ്മാണത്തിനു വേണ്ട മരവുമായി കൊയിലാണ്ടി ചാലോറ ഇല്ലത്തു നിന്നും വന്ന കാളവണ്ടിയിലേറി അവിടെയുള്ള പൂക്കുട്ടിച്ചാത്തൻ മയ്യഴിയിലെത്തി. അനീതിക്കെതിരെ മയ്യഴി മണ്ണിൽ കുട്ടിച്ചാത്തൻ തിറകെട്ടിയാടി. കുട്ടിച്ചാത്തനെ തളയ്ക്കാൻ കാളകാട്ടില്ലത്തിലെ നമ്പൂതിരിമാർ ശ്രമിച്ചു. മന്ദതന്ത്രങ്ങളും ആഭിചാരങ്ങളുമായി അവർ പൂക്കുട്ടിച്ചാത്തനെ നേരിടാൻ ഒരുങ്ങി. എന്നാൽ കരിനീലി പറ്റ പൊന്മകനായ ചാത്തൻ ഉഗ്രരൂപിയായി നമ്പൂതിരിമാരെ ഓടിച്ച് ഉത്തരത്തെ തന്റെ അധിപതിയിലാക്കി. അനീതിക്കെതിരെ പടപൊരുതിയ ശക്തിയായിരുന്നു കുട്ടിച്ചാത്തൻ. എം മുകുന്ദൻ്റെ കഥകളിലൂടെ കടന്നു വന്ന മയ്യഴി ആതിഥേയ ക്ഷേത്രം എന്നറിയപ്പെടുന്ന മയ്യഴി പുത്തലത്തുള്ള പൂക്കുട്ടിച്ചാത്തൻ തെറയാണ് നിങ്ങളിവിടെ കണ്ടത്. അതിൻ്റെ ആ സൗന്ദര്യവും ആ ഇതൊക്കെ കൊണ്ടാണ്, പെർഫോമൻസും കണ്ടുകൊണ്ടാണ് തോലമൂപ്പൻ ഈ കുട്ടിച്ചാത്തനെ മായിലേക്ക് എത്തിച്ചത്. ഈ വിവരങ്ങളൊക്കെ മുകുന്നാട്ടൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വളരെ മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. പൂക്കുട്ടിച്ചാത്തന്മാർ ഇന്നും തങ്ങളുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മയ്യഴിക്ക് പകരം മറ്റൊരു മണ്ണിൽ അനീതിക്കെതിരെ അഹന്തയ്ക്ക് മേലെ. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.